ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടു. ആക്രമണം വീട്ടിൽ ആളില്ലാത്ത സമയം. കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ ജിൻസ് എന്നിവരുടെ വീടിനാണ് തീയിട്ടത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ ആരോപിച്ചു. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലായിരുന്നു സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. അതേസമയം അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും കഴിഞ്ഞ ദിവസം പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷിനെ ബോഡിമെട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശംപറമ്പിൽ ചേരുന്നുണ്ട്. ബിജു, പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? ബിജു. ഷിബിനെ, ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, ഇവരുടെ മകൻ ജിൻസ് എന്നിവരുടെ വീടുകൾക്ക് തീ പകർന്നത്. ഇത് ഒരു 3-4 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അയൽവാസികൾ കണ്ടു. അത് ഇടുക്കി സ്റ്റേഷൻ വിളിക്കുന്നു. ഇടുക്കി ഫയർഫോഴ്സും എത്തി തീ അണച്ചു. എന്നാൽ ഇതിനു ശേഷം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ബോഡിമെട്ടിൽ നിന്നും ഇവരുടെ മകളുടെ ഭർത്താവ് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ മാസം 6-ാം തീയതി ആണ് ഈ അന്നക്കുട്ടി, അതുപോലെ അവരുടെ കൊച്ചുമകൻ ജിൻസിന്റെ മകൾ 2 വയസ്സുള്ള കുട്ടി എന്നിവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ്. അതിനുശേഷം പ്രതി ഒളിവിലായിരുന്നു. ഇന്ന് പുലർച്ചെ വന്ന് ഈ വീടുകൾക്ക് തീയിട്ട ശേഷം അയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. എന്നാൽ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇടുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിനു ശേഷമേ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ശരി ബിജു, വിവരങ്ങൾ വ്യക്തമാകുന്നു. ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടിരിക്കുന്നു. കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ ജിൻസ് എന്നിവരുടെ വീടിനാണ് തീയിട്ടത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണ് ആക്രമണത്തിന് പിന്നിൽ. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലായിരുന്നു സംഭവം. അതേസമയം അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും കഴിഞ്ഞ ദിവസം പെട്രോൾ ഒഴിച്ച് സന്തോഷ് കൊലപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. സന്തോഷിനെ ബോഡിമെട്ടിൽ നിന്നും പോലീസ് പിടികൂടി ഇപ്പോൾ പൈനാവിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം പോലീസ് നടപടികൾക്ക് ശേഷം തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുപോകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിജു വൈശംപറമ്പിൽ.